ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈദിൻ്റെ തലേ ദിവസത്തെ വിശേഷം, പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടുള്ള 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് എനിക്ക് തലേ ദിവസം തന്നെ ബീഫും ചിക്കനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം രാവിലെ ആകുമ്പോഴത്തേനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തലേ ദിവസം തന്നെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. കട്ടിങ്ങും എല്ലാം ആക്കിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാവിലെ കുറച്ച് പണിയൊക്കെ ഈസി ആവും. പിന്നെ നമുക്ക് വേഗം ഉണ്ടാക്കില്ലേ വേണ്ടുള്ളൂ, എല്ലാം സെറ്റായി കഴിഞ്ഞാൽ. ഇനി ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു സ്ട്രോബെറി ജെൽ പുഡിങ്ങാണ്. അപ്പോൾ അതിൽ പാലും ബട്ടർ, അതുപോലെ നമുക്ക് ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്, കുറച്ച് വാനില എസൻസ് അതൊക്കെ ചേർത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തിട്ട് പിന്നെ അതിനകത്തേക്ക് ചൈന ഗ്രാസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ചേർത്ത് മിക്സാക്കി കൊടുത്ത് പിന്നെ നമ്മളത് ഗ്യാസിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചൈന ഗ്രാസും നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മൾ അതിനകത്തേക്ക് ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒന്ന് അരിച്ചെടുത്ത് അതിൻ്റെ തണുപ്പൊന്ന് കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് തണുത്ത ശേഷം നമ്മളിതുപോലെ, എനിക്ക് ഞാൻ പുറത്തൊരു 3 ആൾക്ക് നാളെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ളത് സെപ്പറേറ്റ് ഇങ്ങനെ ഇതിലേ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഇതേപോലെ ഞാനൊരു നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതൊരു എന്താ പറയുക, ഒരു പുഡിംഗ് ട്രേയിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ മസാല ആക്കി വെച്ചു. ഇനി രാവിലെ എടുത്ത് കുറച്ച് കോൺഫ്ലവറും ചേർത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് രാവിലെ എടുക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. പുഡിങ് ഞാനൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം സെറ്റായ ശേഷം അതിനകത്തേക്ക് കുറച്ച് അനാറ് ചേർത്ത് കൊടുക്കുകയാണ്. അനാറ് ചേർത്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സ്ട്രോബെറി ജെല്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഞാൻ താഴെയാണ് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിലും കൂടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറി ജെല്ല് ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇനി നാളെ രാവിലെയാണ് എടുക്കുകയുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ. ഞാനിതുപോലൊരു വേറൊരു ചാനലിൽ കണ്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള ടൈമിൽ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു റോക്കറ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോസ് എടുത്തതാണ്. ഇനി നമ്മൾ കിച്ചണിൽ കയറിയിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ പുട്ടും ബീഫായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇത് ഞാൻ അരി വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരി വറുത്തിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാറ്. അപ്പോൾ അപ്പുറത്ത് ബീഫ് മസാല ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കണം. അപ്പോൾ ബീഫ് ദം ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബിരിയാണി പെരുന്നാൾ സ്പെഷ്യൽ. അപ്പോൾ ഇന്നലെ മസാല ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അത് പുറത്തെടുത്തിട്ട് അതിനകത്തേക്ക് കോൺഫ്ലവറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഓയിലൊഴിച്ച് നമുക്ക് ഇതിനകത്ത് ഈ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമില്ല. എന്നാൽ അത്ര കുറയാനും പാടില്ല. ഒരു മീഡിയം ലെവലിലേക്കാണ് നമുക്ക് ഓയിൽ വേണ്ടുള്ളൂ. പക്ഷേ ഓയിൽ നല്ല ചൂടുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ പോകാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ സെറ്റായി. ഞാൻ പറഞ്ഞില്ലേ 3 ആൾക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അങ്ങോട്ട് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കുള്ളതൊക്കെ ഞാൻ അങ്ങനെ പാക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഹാഫ ബീച്ചാണ് കേട്ടോ. ഹാഫ ബീച്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഫോട്ടോസൊക്കെ എടുത്താൽ ഭയങ്കര രസമല്ലേ. അപ്പോൾ അങ്ങനെ ആദ്യം ഹാഫ ബീച്ചിലാണ് വന്നത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാമെന്നങ്ങനെ വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ചായിട്ട് അങ്ങോട്ടും പോയിട്ടുള്ളൊരു വിശേഷങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് പെരുന്നാളിലൊക്കെ ഒന്നിങ്ങനെ കറങ്ങി എന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു ടൈമിങ്ങും ബീച്ചും ഒക്കെ ആയ കാരണം. അപ്പോൾ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഞങ്ങളങ്ങനെ എല്ലാവരും
ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടപ്പോൾ ഞാനങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇത് രാത്രി ടൈമിൽ നല്ല ഭംഗിയാണ് കേട്ടോ, ഇവിടെ ലൈറ്റും എല്ലാം ഇട്ടിട്ടുള്ള നല്ല ഭംഗിയാണ്. അപ്പോൾ ഫെല്ലുവിന് ഇങ്ങനത്തെ ഷൂ വാങ്ങിച്ചിട്ട് അവൾക്കത് പടിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവൾ രണ്ടുപേരും കൈ പിടിച്ചിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് 2 വീല് വരുന്നുണ്ടല്ലോ, ഒരു വീല് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. എന്നിട്ട് അങ്ങനെ അവൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചധികം നേരം നമ്മളവിടെ നിന്നു കേട്ടോ. നല്ല ആൾക്കാരുണ്ടായിരുന്നു, അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഫെല്ലു ഒരു ഡാൻസിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് പോവാണ് കേട്ടോ. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു നമ്മൾ. ഒയാസിസ് മോൾ പോകണോ അതോ നമുക്ക് കാരിഫോർ പോകണോ ഗ്രാൻഡ് മോൾ പോകണോ എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളൊരു ഡാൻസ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, രാത്രിയാകുമ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ്. ലൈറ്റിങ്ങൊക്കെ ഓണാക്കിയിട്ട് നല്ല രസമാകുന്നതായിരുന്നല്ലോ. ഇപ്പോൾ ഇതാ എല്ലാത്തിനും ഭയങ്കര ഒരു എന്താ പറയുക, ഇവിടെ ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ അടുത്തായിട്ടായിട്ട് വന്നത്. അതിവിടെ വേറെ ഒരു ഞാനൊക്കെ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര ഒരു ഹാഫാന്ന് പറയുന്നത് ചെറിയൊരു ടൗൺ പോലെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ എല്ലാവരും മാറ്റിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് പണിതതാണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ നല്ല ഭംഗിയുണ്ട്, നമുക്ക് ഫോട്ടോസിനായാലും കാണാനായാലും ഒക്കെ നല്ലൊരു എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതാ തിരിച്ച് ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതൊരു ഉറപ്പില്ലാതെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാരിഫോറിൽ പോയിട്ട് നമുക്ക് KFC കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വേണ്ട, നമുക്ക് പുറത്ത് KFC ആയിട്ട് പുറത്തുനിന്ന് തന്നെ പോയിട്ട് കാരിഫോറിലാകുമ്പോൾ പിന്നെ കയറി KFCക്കായിട്ട് കുറേ അങ്ങനെ കറങ്ങാണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പുറത്ത് പോയിട്ട് വേറെ KFC വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാം പറഞ്ഞ് നമ്മളിതാ ഒയാസിസ് മാളിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഒയാസിസ് മാളിൽ കുറച്ച് നേരം പോയിട്ട് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാന് ഒയാസിസ് മാളിലേക്ക് മാറ്റി. ഇപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ പ്ലാൻ എന്താണെന്നുള്ളത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ള. അങ്ങനെ നമുക്ക് വിചാരിച്ചു നമുക്ക് ഫിലിം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതാ ഫിലിം എന്നൊക്കെ നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലേ സ്റ്റേഷനിലും കയറുന്നുണ്ടായിരുന്നു. പക്ഷേ പ്ലേ സ്റ്റേഷനിൽ അന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. ഈദിൻ്റെ ഹോളിഡേയ്സ് അല്ല, അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് വെല്ലുൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് പ്ലേ സ്റ്റേഷനിൽ പോകാമെന്ന്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു അന്ന്. അങ്ങനെ പിന്നെ അവർ ഓക്കെ, അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഫിലിം നോക്കാമെന്ന് പറഞ്ഞ് മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഏതാ ഫിലിം നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫിലിം ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയപ്പോൾ എമ്പുരാൻ തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ എമ്പുരാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ട സിനിമ വീണ്ടും കാണണ്ടല്ലോ, അപ്പോൾ നമുക്ക് വേണ്ടാന്ന് വിചാരിച്ച് വീണ്ടും തിരിച്ചു പോയി. നമ്മൾ കണ്ടതായിരുന്നു എമ്പുരാൻ, എല്ലാവരും കണ്ടതായിരുന്നു. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് തന്നെ തിരിച്ചു. ഇനി നെക്സ്റ്റ് നമ്മളെന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇവിടെ KFC ഇല്ല, അപ്പോൾ KFC കഴിക്കാമെന്നല്ല പ്ലാന്. അപ്പോൾ നമുക്ക് ഇന്ന് വേഗം ഇറങ്ങിയിട്ട് ആദ്യം ഇനി KFC കഴിക്കാം, എന്നിട്ട് ബാക്കി എന്താ വെച്ചാൽ നമുക്ക് അടുത്തത് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ട് KFC ഓർഡർ ചെയ്തു. പക്ഷേ ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു KFCയിലും. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇതാ എത്തിയിട്ടുണ്ട്. അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വേഗം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം എല്ലാവരും കഴിച്ച് അന്നത്തെ ദിവസം നമ്മൾ
അങ്ങനെ അവസാനിച്ചു കേട്ടോ. നമുക്ക് KFC അങ്ങനെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കൂടി പുറത്തൊക്കെ കറങ്ങിയിട്ട് പിന്നെ നമ്മളങ്ങനെ റൂമിൽ കയറി. അപ്പോൾ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അന്നത്തെ ഫസ്റ്റ് ഇതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ Day 2 നമ്മൾ പുറത്ത് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് ഐനർസാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻ്റെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോസിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നും ഇത് തന്നെയായിരുന്നു, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടൈം വെച്ചിട്ട് തന്നെ നമ്മൾ പുറത്ത് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഐനർസാത്ത് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസാണ്. ഇത് അങ്ങനെ ഐനർസാത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്, പക്ഷേ അവർ അന്നത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഈവനിങ് 6 o'clock വരെയൊക്കെ അത് ഓപ്പൺ ഉണ്ടാവും. പക്ഷെ അന്ന് എന്താണെന്നറിയില്ല, അത് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അതെ കേട്ടോ, ഭയങ്കര ആളായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു 5 days ഏകദേശം ലീവ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ടൈം തന്നെയല്ലേ ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കണമെങ്കിൽ എല്ലാവരും മാറട്ടെ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിന്ന് അങ്ങനെ ഇവിടെ നിന്നും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. സെക്കൻഡ് ഡേൻ്റെ ഇതിൻ്റെ ഡ്രസ്സ് ഞാൻ ലാസ്റ്റ് കൊടുക്കുക അതുപോലെ. അങ്ങനെ ഇവിടെ നിന്നൊരു സംഭവം ഉണ്ടായിട്ടോ. ഫെല്ലു അവളെ കണ്ണിൽ വെച്ചിട്ടുള്ളൊരു സ്പെക്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ താഴെ അവിടെ അതായി ഈ മീനിൻ്റെ അടുത്ത് അവൾ ഫുഡ് ഇട്ട് കൊടുക്കുന്ന പോലെ അങ്ങനെ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവളുടെ മുഖത്തു നിന്ന് അത് ഊരിയിട്ട് വെള്ളത്തിൽ വീണു കേട്ടോ. അപ്പോൾ ഇതിന് ആളുടെ മൂടൊക്കെ ആകെ മാറിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോണ വഴിക്ക് നമുക്ക് ഇതുപോലത്തെ ഒന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കണില്ല, ഇതേപോലത്തെ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവിടെ അതുപോലൊരു കുറച്ച് നീളത്തിലുള്ളൊരു വടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണ പോലെ നോക്കുക, കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് നമ്മളൊന്നും ട്രൈ ചെയ്തില്ല എന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയപ്പോൾ അതെന്തോ ഭാഗ്യത്തിന് അത് കിട്ടിട്ടോ. അപ്പോൾ പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി. ആ ഒരു കുറച്ച് നേരം കൊണ്ട് ആളാകെ മൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ഫ്രണ്ട്സ് നമ്മൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പിന്നെ ബീച്ചിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ദാരിസ് ബീച്ചിൽ കുറച്ച് നേരം പോയി. കുറച്ചധികം നേരം അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ ഇരുന്ന് കഴിച്ച് വർത്താനം പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ബീച്ചിലിരുന്നിട്ട് സെക്കൻഡ് ഡേ അങ്ങനെ കുറച്ച് നേരം അവരെ കൂടെ എൻജോയ് ചെയ്തു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് കേട്ടോ ദാരിസ് ബീച്ച്. ആദ്യം നമുക്ക് ഹാഫ ബീച്ച് നമ്മൾ ഫസ്റ്റ് ഡേ പോയില്ലേ, അവിടെ ആയിരുന്നു ആദ്യം ഇങ്ങനെ ഭയങ്കര ആളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ആളും നല്ല ഭംഗിയാണ് കേട്ടോ. കുട്ടികൾക്കായാലും കളിക്കാനായാലും ഒക്കെ നല്ല രസമാണ്, നമുക്ക് വന്നിരിക്കാനും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് പിന്നെ വേറെ എങ്ങോട്ടും പോകുകയൊന്നും ചെയ്തില്ല കേട്ടോ. ഇവിടെ തന്നെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് ഇവർ പറഞ്ഞു അവർക്ക് ഷുഗർ കെയിൻ്റെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷോപ്പ് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ എല്ലാവരും ഓരോ ഷുഗർ കെയിൻ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നെന്നുള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവെച്ചെങ്കിൽ ഞാൻ എന്നും പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമ്മുടെ ഈദ് ഡേൻ്റെ അന്നത്തെ ഡ്രസ്സിൻ്റെ വിശേഷങ്ങളിലെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ താഴെ ഇനി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് എന്തൊക്കെയാണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോസ് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.